രാത്രിയിലെ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രശസ്തമായ ചില കാഴ്ചകളാണ് വേട്ടക്കാരനായ ഒറിയോണിന്റെ വാളും അതിനടുത്തായി കാണുന്ന കാർത്തിക അഥവാ പ്ലേഡിസ് നക്ഷത്രഗണവും ഹയാഡെസ് നക്ഷത്രഗണവും. ഒറ്റനോട്ടത്തിൽ ഇവ വെവ്വേറെ നക്ഷത്രക്കൂട്ടങ്ങളാണെന്ന് തോന്നാമെങ്കിലും ഇവ മൂന്നും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണെങ്കിലോ? ഇറാനിലെയും ജർമ്മനിയിലെയും ഒരു സംഘം ജ്യോതിശാസ്ത്രജ്ഞർ നടത്തിയ പുതിയൊരു പഠനം പറയുന്നത് ഈ മൂന്ന് നക്ഷത്രഗണങ്ങളും ഒരേ വ്യവസ്ഥയുടെ ജീവിതത്തിലെ മൂന്ന് വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ്. ഒറിയോൺ നെബുല ക്ലസ്റ്റർ, ഇതാണ് കൂട്ടത്തിലെ കുഞ്ഞ്. വെറും 25 ലക്ഷം വർഷം മാത്രം പ്രായമുള്ള നമ്മുടെ ഗാലക്സിയിലെ ഏറ്റവും സജീവമായ നക്ഷത്ര രൂപീകരണ കേന്ദ്രങ്ങളിലൊന്നാണിത്. ആയിരക്കണക്കിന് യുവനക്ഷത്രങ്ങൾ അവ രൂപം കൊണ്ട വാതകമേഘങ്ങളാൽ പൊതിഞ്ഞ് ഇവിടെ കാണപ്പെടുന്നു. പ്ലേഡിസ് അഥവാ കാർത്തിക, ഇത് കൗമാരക്കാരനാണ്. ഏകദേശം 10 കോടി വർഷം പ്രായമുണ്ട്. ഇവിടുത്തെ നക്ഷത്രങ്ങൾ കുറച്ചുകൂടി പരസ്പരം അകന്ന് ചിതറിക്കിടക്കുന്നു. ഹയാഡെസ്, ഇതാണ് വയോധികൻ. ഏകദേശം 70 കോടി വർഷം പ്രായമുള്ള ഈ ഗണത്തിലെ നക്ഷത്രങ്ങൾ എണ്ണത്തിൽ കുറവും കൂടുതൽ പരന്നു കിടക്കുന്നവയുമാണ്. കമ്പ്യൂട്ടർ കണക്കുകൂട്ടലുകൾ കാണിക്കുന്നത് ഈ മൂന്ന് നക്ഷത്രഗണങ്ങളും ഒരേ തരത്തിലുള്ള ഒരു പൂർവികനിൽ നിന്നാണ് ഉദ്ഭവിച്ചത് എന്നാണ് പഠനത്തിൽ പങ്കാളിയായ ബോൺ സർവകലാശാലയിലെ പ്രൊഫസർ പാവെൽ ക്രോപ്പ പറയുന്നു. അതായത് ഒറിയോൺ, പ്ലേഡിസ്, ഹയാഡെസ് എന്നിവ ഒരേ വ്യക്തിയുടെ കുട്ടിക്കാലത്തും കൗമാരത്തിലും വാർദ്ധക്യത്തിലുമുള്ള 3 ഫോട്ടോകൾ പോലെയാണ്. അപ്പോൾ ഒറിയോൺ നെബുലയെപ്പോലുള്ള ഒരു യുവ നക്ഷത്രഗണം കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് എങ്ങനെ പ്ലേഡിസ് ആയും പിന്നീട് ഹയാഡെസ് ആയും രൂപാന്തരപ്പെടുന്നു? ഈ ജീവിതചക്രം മനസ്സിലാക്കാൻ ഇറാനിലെ ശാസ്ത്രജ്ഞനായ ഡോ. ഖാസെം സഫായിയുടെ നേതൃത്വത്തിലുള്ള സംഘം ശക്തമായ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉപയോഗിച്ചു. ഫലങ്ങൾ അതിശയകരമായിരുന്നു. സിമുലേഷനുകൾ പ്രവചിച്ച കാര്യങ്ങൾ ഒറിയോൺ, പ്ലേഡിസ്, ഹയാഡെസ് എന്നിവയുടെ യഥാർത്ഥ വലുപ്പവുമായും പിണ്ഡവുമായും ഘടനയുമായും കൃത്യമായി യോജിച്ചു. ഒരു നക്ഷത്രഗണത്തിന് അതിന്റെ 85% നക്ഷത്രങ്ങളെയും നഷ്ടപ്പെട്ടാലും ഹയാഡെസിനെപ്പോലെ ഒരു ഘടന നിലനിർത്താൻ കഴിയുമെന്നും ഈ പഠനം തെളിയിച്ചു. ഈ 3 നക്ഷത്രഗണങ്ങളും ആകാശത്ത് ഒരേ ഭാഗത്തായി കാണപ്പെടുന്നത് വെറുമൊരു യാദൃശ്ചികതയല്ലെന്നും മറിച്ച് അവയുടെ പൊതുവായ ഉദ്ഭവവുമായും പരിണാമവുമായും ഇതിന് ബന്ധമുണ്ടാകാമെന്നും ഈ ഗവേഷണം സൂചന നൽകുന്നു. ഒരേ കുടുംബത്തിലെ 3 തലമുറക്കാർ ഒരേ നാട്ടിൽ താമസിക്കുന്നതുപോലെ. ചുരുക്കത്തിൽ, നമ്മൾ ആകാശത്ത് കാണുന്ന ഈ മനോഹരമായ നക്ഷത്രക്കൂട്ടങ്ങൾ ഒരു നക്ഷത്രവ്യവസ്ഥയുടെ ജനനത്തിന്റെയും യൗവനത്തിന്റെയും വാർദ്ധക്യത്തിന്റെയും നേർക്കാഴ്ചകളായിരിക്കാം.